ഇതൊരു പെരുന്നാളിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. ഇതാണ് എൻ്റെ പെരുന്നാൾ കോടി. എങ്ങനെയുണ്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യുക. അങ്ങനെ പള്ളിയിലേക്ക് പോകാൻ ടൈമായിട്ടാ. ഇതെൻ്റെ കസിനാണ് കേട്ടോ ഫഹദ്. പെരുന്നാൾ നിസ്കാരം 7:30 മണിക്കാണ്. അങ്ങനെ സമയമായി ഏകദേശം. അങ്ങനെ നമ്മൾ നേരെ പള്ളിയിലേക്ക് പോയി. അങ്ങനെ പള്ളിയിൽ പോയപ്പോൾ തന്നെ എല്ലാം ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഉള്ളിൽ ഉസ്താദ് കുറച്ച് പ്രസംഗമൊക്കെ പറഞ്ഞ് അങ്ങനെ നിസ്കാരം നല്ല രീതിയിൽ കഴിഞ്ഞട്ടോ. അൽഹംദുലില്ലാ. കസിൻസിനെല്ലാം കണ്ട് കുറേ കാലം ഇവരെല്ലാം കണ്ടിട്ട് അങ്ങനെ ഇവരോടൊക്കെ ഈദ് മുബാറക്കും പറഞ്ഞ് നമ്മൾ നേരെ പള്ളിക്കാട്ടിലേക്കാണ് കേട്ടോ പോയത്. നമ്മൾ ഒരുപാട് ആൾക്കാർ ഇവിടെ കിടക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി സിയാർത്തൊക്കെ ചെയ്ത് നേരെ ആപ്പാൻ്റെ വീട്ടിലേക്ക് എത്തി കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് കുടിക്കാനെല്ലാം കുടിച്ച് ക്യാരറ്റ് പായസം എന്തോന്ന് തോന്നുന്നു. അങ്ങനെ ഉപ്പാൻ്റെ നേരെ പെങ്ങളടുത്തേക്കാട്ടോ വന്നത്. മൂത്ത പെങ്ങളടുത്തേക്ക് പറ്റാച്ചൻ്റെ അടുത്ത് അവിടെ നിന്ന് ഈദ് മുബാറക്കൊക്കെ പറഞ്ഞ് സേമിയ പായസം കുടിച്ചേട്ടോ. അങ്ങനെ ഉപ്പാൻ്റെ രണ്ടാമത്തെ പെങ്ങളാണ് കേട്ടോ ഇത്. അപ്പോൾ അവിടെ നിന്ന് നല്ല പാലൂതിയും പിന്നെ എന്തോ ഒരു ചക്കർച്ചോറ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട് കേട്ടോ, വെല്ലത്തിനെ കൊണ്ടുണ്ടാക്കുന്ന അതും കഴിച്ച്. ഇത് നമ്മളൊരു കസിൻ്റെ അങ്ങനെ ഒരുപാട് കുടുംബ വീട്ടിലൊക്കെ കയറിയട്ടോ. അവിടെ നിന്ന് നല്ല ഷെയ്ക്ക് കിട്ടിയട്ടോ. പിസ്തേനെ കൊണ്ടുണ്ടാക്കിയ നല്ലൊരു ഷെയ്ക്കാണ്. അങ്ങനെ ഉപ്പാൻ്റെ മൂന്നാമത്തെ പെങ്ങളടുത്തേക്കാണ് കേട്ടോ നമ്മൾ ലാസ്റ്റ് എത്തിയിരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്നും കുടിക്കാനൊക്കെ കുടിച്ച് അവരെ കയറ്റാന്ന് കേട്ടോ. അങ്ങനെ ഇതെൻ്റെ ഉപ്പാൻ്റെ അനിയൻ്റെ ഒരു മോനാണ് റിംഷാദ്. അപ്പോൾ ദുബൈയിൽ നിന്ന് വന്നപ്പോഴാണ് കേട്ടോ. അങ്ങനെ അമ്മായിൻ്റെ വീട്ടിൽ നിന്ന് നല്ലൊരു ക്യാരറ്റ് ഷേക്ക് കിട്ടിയട്ടോ. അവിടെ നിന്ന് നല്ല പത്തിരിയും ബീഫും കഴിച്ച് അങ്ങനെ നമ്മളെ ചെറിയ കുട്ടിപ്പട്ടാള കസിൻസ് മാറട്ടെ. ഇതൊക്കെ നമ്മളെ മൊത്തം ഉണ്ട്. ഇതെല്ലാം എൻ്റെ പെങ്ങളെ കുട്ടികളാട്ടോ. ഇതെൻ്റെ ഉമ്മയാണ് കേട്ടോ. ഉമ്മൊന്നും ക്യാമറ മുമ്പിൽ വരികയേ ചെയ്യില്ല. ഇതെൻ്റെ ഉമ്മയാണ്. ഇത് നമ്മളെ ആയിഷുവാണ്. ആയിഷു ഫുള്ള് ക്ഷീണിച്ചിരുന്നു. 30 നോമ്പ് എടുത്തിന് കേട്ടോ ഇവള്. മാഷാ അല്ലാഹ്. ഇതോളം അനിയനാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഭക്ഷണത്തിന് ടൈമായി. നല്ല അടിപൊളി ബീഫ് ബിരിയാണിയും കോഴി പൊരിച്ചത്. പെരുന്നാൾ നമ്മളെ കൂടെ അടിച്ചു പൊളിക്കാൻ സന്തോഷം കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ സന്തോഷിന് ഭയങ്കര ഇഷ്ടമായി കേട്ടോ ഉമ്മാൻ്റെ ബിരിയാണി. ഉപ്പയും കൂടിയാണ് ഈ ബിരിയാണി ആക്കിയത്. പൊരിച്ച പീസൊക്കെ എന്ത് രസമാണ് കഴിക്കാൻ. അപ്പോൾ ഉമ്മാൻ്റെ ബീഫ് ബിരിയാണി വേറെ ലെവലാണ്. അങ്ങനെ നേരെ നമ്മൾ കണ്ണൂർ പയ്യാമ്പലം ബീച്ചിലേക്ക് പോയ എൻ്റെ അമ്മോ നല്ല തിരക്കുണ്ട് കേട്ടോ. നമ്മളൊരു ഈവനിങ് ഒരു 6:30 മണിയാകുമ്പോൾ പോയത്. അപ്പോൾ പറഞ്ഞ പോലെ